കിഡിലൻസിന്റെ പുതിയൊരു കിഡിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൈ ചോന്നിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായ ഒരു കിഡിലൻ സംഭവത്തിന്റെ പാർട്ട് 2 ആണ്. ബ്ലാക്ക് വെച്ച് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിനേക്കാൾ ഒരു അടിപൊളി സംഭവം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഒബ്ലാക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോൺസ്റ്റാർച്ചും വെള്ളവും കൃത്യം അളവിൽ നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മളുടെ ഒബ്ലാക്ക് റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കാണുക. റെഡി ആയിരിക്കുവാണ്. ഒബ്ലാക്ക് പാർട്ട് 1 വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ കൈ നോക്കി കഴിഞ്ഞാൽ കൈയുടെ ഈ മോൾ ഭാഗത്ത് അധികം സംഭവമൊന്നുമില്ല. നമുക്കൊന്ന് ഇടിച്ചു നോക്കാം. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ഒബ്ലാക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇതൊരു നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും പ്രോപ്പർട്ടീസ് കാണും. നല്ല ഫോഴ്സ് കൊടുത്ത് ഇതിൽ ഒരു ഇടി ഇടിക്കുകയാണെങ്കിൽ ഇത് സോളിഡ് ആവുകയും മെല്ലെ ഫോഴ്സ് കുറച്ച് അതിലേക്ക് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ഒബ്ലാക്ക്. ഞാൻ ഇപ്പം ഈ ഒരു സംഭവം എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒബ്ലാക്കാണ് കയ്യിൽ ബോള് പോലെ സിമ്പിളായിട്ടൊരു ബോള് പോലെ ഉരുട്ടിയിരിക്കുന്നത്. നമുക്ക് വലിയ ബോൾ ഇടുക. ഇത് വേണ്ട ഈ കളിക്കുകയാണ് ഈ ഒരു ഒബ്ലാക്ക്. ഇനി അത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ മെൽറ്റായിട്ട് അങ്ങോട്ട് പോകും. വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. വാവ്, ഒബ്ലാക്കിലേക്ക് കളർ ചേർത്തപ്പോൾ ഉള്ള കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടാണ്. ഈ ഒരു വെള്ളയിൽ റെഡ് കളർ ഇങ്ങനെ കിടക്കുന്നത്. ഈ ഒരു സംഭവം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മെല്ലെ നമ്മൾ കൈ ഇറക്കി അത് പതുക്കെ ഇതാക്കാം. പക്ഷേ നമുക്ക് കളർ ചേർക്കണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ മിക്സ് ചെയ്യുന്ന ടൈമിൽ കളർ ചേർക്കുന്നതായിരിക്കും ഏറ്റവും. ഒബ്ലാക്ക് വെള്ള കളറിൽ എങ്ങനെയുണ്ടായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ മിക്സ് ചെയ്തത്. അപ്പം നമ്മളുടെ കളറൊക്കെ ഏറെക്കൂടെ സെറ്റ് ആയിട്ടുണ്ട്. സ്റ്റെപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ വിട്ടൊക്കെ പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാട്ടി തരാം. ഇത് നല്ല കട്ടിക്ക് എടുത്ത് ഈ സാധനം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അധികം എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കയ്യിൽ മാക്സിമം നമ്മൾ ഈ കയ്യിലങ്ങോട്ട് പ്രഷർ കൊടുത്താൽ മാത്രമാണ് ഈ ഒരു സാധനം അലിയാണ്ട് അങ്ങോട്ട് നിൽക്കുള്ളൂ. അതെ, ഇപ്പം ഞാൻ മാക്സിമം ടൈറ്റ് ചെയ്ത് ഇതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൽ ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. ഇത് സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം പെട്ടെന്ന് ലിക്വിഡ് ആകുന്നതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷേ ഇത് ലിക്വിഡുമല്ല സോളിഡുമല്ല. അതാണ് ഇതിനെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് വിളിക്കാനുള്ള കാരണം. എന്താ കാണുന്നത്? ഇതാണ് തനിയൊരു ഒബ്ലാക്കിന്റെ ഫോം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒബ്ലാക്ക് ഉണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടി മെൽറ്റഡ് ആയിരുന്നു. ഒബ്ലാക്കിന്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഒരുപാട് എക്സ്പെരിമെന്റുകൾ ഈ ഒരു ഒബ്ലാക്ക് വെച്ച് ചെയ്യുന്നതുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ആ വീഡിയോ കാണണം. കിഡിലൻസിന്റെ ഈ ഒരു കിഡിലൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യുക. കൈതേ ഈ ഒരു അവസ്ഥയിലാണ്. ഇനി ഈ ഒരു സംഭവം എങ്ങനെ കൈമെന്ന് കളയുന്നു ഒരു പിടുത്തൂല. സോ നമുക്ക് ഇപ്പോൾ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് കൊടുക്കുക. കമൻ്റാണ് നമ്മളുടെ ഒരു എനർജി എന്ന് പറയുന്നത്. സോ നിങ്ങൾ കീപ് സപ്പോർട്ടിങ്. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.